ഞാൻ ഇന്നൊരു കട പരിചയപ്പെടുത്താം. ചിലർക്ക് അറിയുണ്ടാവും, തൃശ്ശൂര് കഴിഞ്ഞ 80 കൊല്ലത്തിന് മുകളിലായിട്ട് പ്രവർത്തിച്ചു വരുന്നൊരു ചായക്കടയാണ്. ഞാൻ ഈ അടുത്താണ് ഈ ഒരു കടേനെ പറ്റിയിട്ട് അറിഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കടയും അതിൻ്റെ പ്രദേശത്തുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വാണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. ബാഹുബലി സിനിമയിൽ അഭിനയിച്ച ചിറക്കൽ കാളിദാസൻ എന്ന് പറഞ്ഞ ആനനെ എല്ലാവർക്കും അറിയുണ്ടാവും. ആ ആനയുടെ നാടായ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഈ ഒരു ചായക്കട വരുന്നത് കേട്ടോ. കടയുടെ പേര് ദേവി ടീ സ്റ്റാൾ എന്നാണെങ്കിലും നാട്ടുകാർക്ക് ദാസേട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അധികം ഐറ്റംസ് ഒന്നുമില്ല. രാവിലെ ചെല്ലണിച്ചെങ്കിൽ നല്ല ചായയുടെ കൂടെ നല്ല പൊരിക്കടികളും പുട്ടും കടലയും വെള്ളപ്പും കൊള്ളിയും ദോശയും ഇഡ്ഡലിയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് കിട്ടുക. ലൈക്ക് ഇവിടുത്തെ കൊള്ളിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ട് നൈസായിരുന്നു, പക്ഷെ പുട്ടിൻ്റെ കൂടെ തന്ന കടലക്കറി എനിക്ക് അത്രയ്ക്കായിട്ട് കോംബോ ആയിട്ട് മീൻസ് ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ അത് അടിപൊളിയായിരുന്നു. കറി മോശമായതുകൊണ്ട് തന്നെ, മോശം എന്നല്ല, കറി അത്രയ്ക്കാണ്ട് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പുട്ടും ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ദോശയും കൊള്ളിയും നൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ മെയിൻ ഐറ്റം എനിക്ക് ഇഷ്ടമായി തോന്നിയതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊരിക്കടികളാണ്. അതും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ട്. പൊരിക്കടികൾ ഇവർ നല്ല രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്, ലൈക്ക് ടേസ്റ്റോട് കൂടിയിട്ട്. പഴംപൊരി ഉണ്ട്, നല്ല ചൂട് ഉഴുന്നോടെ ഉണ്ട്, പരിപ്പോടെ ഉണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചിലപ്പോൾ ഈ 3 ഐറ്റംസ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ഞാൻ ഉൾപ്പെടുന്ന ജനറേഷൻ സ്റ്റാർബക്സിൻ്റെയും കഫേസിൻ്റെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ ഇപ്പോഴും ആ പഴയ രീതിയിലുള്ള ചായക്കട, പഴയ സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനത്തെ ഒരു ചായക്കടയിൽ പോയിരുന്ന് ചായ കുടിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയുന്ന വർത്താനം, അവിടുത്തെ ഗോസിപ്പുകളൊക്കെ കേട്ടുകൊണ്ട് എല്ലാവരും കൂടി മിങ്കിൾ ചെയ്തിരുന്ന് കുടിക്കുന്ന ചായ ഉണ്ടല്ലോ, അങ്ങനെ കുടിക്കുമ്പോൾ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അതിൻ്റെ കൂടെ നല്ല മഴയും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ചൂട് കടി തീരുന്നത് അറിയണ്ടായിരുന്നില്ല. എത്ര എണ്ണ കഴിച്ചു പോകണമെന്ന് നമുക്ക് ഒരു കൗണ്ട് കിട്ടില്ല. അത്രയ്ക്കും അടിപൊളി വൈബാണ്. നമുക്ക് സ്റ്റാർബക്സിലോ അല്ലെങ്കിൽ വല്ല കഫേസിലൊക്കെ പോയി ക്യാപ്പിച്ചിനൊക്കെ കുടിക്കുമ്പോൾ ഈ ഒരു വൈബ് കിട്ടിയെന്ന് വരില്ല കേട്ടോ. അമ്പലത്തിന് തൊട്ടപ്പുറത്തായതുകൊണ്ട് തന്നെ നല്ല പീസ് ആൻഡ് കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ ലഭിക്കുക. സൺഡേസും ഇവിടെ ഓപ്പൺ ആണ്. നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടുത്തെ കൊള്ളിയും ദോശയും ട്രൈ ചെയ്തു. കൊള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പരിപ്പോടെ ഏത് കടി വേണമെങ്കിലും കഴിക്കാം. ലൊക്കേഷൻ മറക്കണ്ട, ചിറക്കൽ, തൃശ്ശൂർ ജില്ലയിൽ ചിറക്കൽ. തൃശ്ശൂർ 2 ചിറക്കലുണ്ട്. മുല്ലശ്ശേരി പറപ്പൂർ റൂട്ടിലാണ് ഈ ഒരു ചിറക്കൽ വരുന്നത്. ആ ചിറക്കിൽ നിന്ന് ലൊക്കേഷൻ ഇട്ടാൽ മതി. ദേവി ടീ സ്റ്റാൾ ചിറക്കൽ എന്ന് അടിച്ചാലും ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കാണിക്കും. അല്ലെങ്കിൽ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ടെമ്പിളിലേക്കുള്ള ലൊക്കേഷൻ ഇട്ടാലും മതി. നിങ്ങൾ കറക്റ്റ് ഈ സ്പോട്ടിലേക്ക് തന്നെ എത്താം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വാണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. താങ്ക് യു. മോഹൻലാൽ ഏതൊരു പടം ഇവിടെ ഷൂട്ട് ചെയ്യുന്നു.